പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ 4 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുത്ത് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ് കാണുമെന്ന് കരുതട്ടെ. ഇത്രയും വർക്ക് ചെയ്തിട്ട് വേണം ഈ 5ാമത്തെ വീഡിയോയിലേക്ക് വരാൻ. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് കോട്ട് എ മൈനസ് കോസ് എ ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് കോസ് എ ഈസ് ഈക്വൽ ടു കൊസീക്ക് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ കൊസീക്ക് എ പ്ലസ് 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് കോട്ട് എ മൈനസ് കോസ് എ ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് കോസ് എ ഈസ് ഈക്വൽ ടു കൊസീക്ക് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ കൊസീക്ക് എ പ്ലസ് 1. ഇത് രണ്ടും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. ഈ സൈഡിനെ നമ്മൾ LHS എന്നാണ് വിളിക്കുന്നത്, ഈ സൈഡിനെ നമ്മൾ RHS എന്നാണ് വിളിക്കുന്നത്. നമുക്ക് LHSും RHSും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. LHS എടുക്കുക. LHS ഈക്വൽസ് കോട്ട് എ മൈനസ് കോസ് എ ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് കോസ് എ. നമുക്ക് ഈ കോട്ടയ്ക്ക് പകരം കോസ് എ ബൈ സൈൻ എന്ന് കൊടുക്കാം. ഇവിടെയും കോട്ടയ്ക്ക് പകരം കോസ് എ ബൈ സൈൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ 2 ടേമിലും ന്യൂമറേറ്ററിനകത്തൊരു കോസ് എ ഉണ്ട്, അതങ്ങ് വെളിയിലെടുത്തു. ഈ 2 ടേമിലും ഒരു കോസ് എ ഉണ്ട്, അതങ്ങ് വെളിയിലെടുത്തു. ഇവിടുന്ന് കോസ് എ വെളിയിലെടുക്കുകയാണെങ്കിൽ 1 സൈനെ -1 എന്ന് വരും. ഇവിടുന്ന് കോസ് എ വെളിയിലെടുക്കുകയാണെങ്കിൽ 1 സൈനെ +1 എന്ന് വരും. ഈ കോസ് എ ക്യാൻസൽ ചെയ്ത് പോകും. 1 സൈൻ എന്ന് പറയുന്നത് കൊസീക്കയാണ്. കൊസീക്കെ -1 ഡിവൈഡഡ് ബൈ കൊസീക്കെ +1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. എൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമാണ്. അടുത്ത ചോദ്യം, എക്സ്പ്രസ് സൈൻ എ ഇൻ ടേംസ് ഓഫ് കോട്ടെ. എക്സ്പ്രസ് സൈൻ എ ഇൻ ടേംസ് ഓഫ് കോട്ടെ. നമുക്കറിയാം സൈൻ എ എന്ന് പറയുന്നത് 1 കൊസീക്കയാണ്. 1 കൊസീക്കയാണ്. ഇനി 1 + കോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് കൊസീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ കൊസീക്ക എന്ന് പറയുന്നത് √1 + കോട്ട് സ്ക്വയർ ആണ്. ഇത് റൈറ്റ് സൈഡിൽ എഴുതിയാൽ മതി. 1 + കോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് കൊസീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ കൊസീക്ക എന്ന് പറയുന്നത് √1 + കോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ കൊസീക്കയ്ക്ക് പകരം √1 + കോട്ട് സ്ക്വയർ നമ്മൾ കൊടുത്തു. കൊസീക്കയ്ക്ക് പകരം √1 + കോട്ട് സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ സൈൻ എ നമ്മൾ കോട്ടയുടെ ടേംസിൽ എഴുതി. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് സൈൻ സ്ക്വയർ 63 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 27 ഡിഗ്രി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ 17 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 73 ഡിഗ്രി. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പ്രൂഫ്, സൈൻ സ്ക്വയർ 75 ഡിഗ്രി സൈൻ സ്ക്വയർ 63 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 27 ഡിഗ്രി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ 17 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 73 ഡിഗ്രി ഈക്വൽസ്, ആദ്യത്തെ ടേം അതുപോലെ എഴുതി, സൈൻ സ്ക്വയർ 63 ഡിഗ്രി പ്ലസ് ഇനി സൈൻ 27 എന്ന് പറയുന്നത് കോസ് 90 - 27 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. സൈൻ 27 പകരം കോസ് 90 - 27 എന്ന് കൊടുത്തു, അതിൻ്റെ സ്ക്വയർ വരും. താഴെ കോസ് സ്ക്വയർ 70 ഡിഗ്രി അതുപോലെ തന്നെ എഴുതി. ഈ കോസ് 73ക്ക് പകരം സൈൻ 90 - 73 എന്ന് കൊടുത്തു. കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 - തീറ്റയാണ്. അപ്പോൾ കോസ് 73ക്ക് പകരം സൈൻ 90 - 73 എന്ന് കൊടുത്തു, അതിൻ്റെ സ്ക്വയർ വരും. ഇവിടെ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയർ അതുപോലെ തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 63 ഡിഗ്രി പ്ലസ് കോസ് 90 - 73 എന്ന് പറഞ്ഞാൽ 63 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ 63 എന്ന് വരും, ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ 70 ഡിഗ്രി പ്ലസ് സൈൻ 90 - 73 എന്ന് പറയുമ്പോൾ 90 - 73 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ 17 എന്ന് വരും. സൈൻ സ്ക്വയർ 63 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 63 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ കോസ് സ്ക്വയർ 70 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 70 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/1 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, 9 sec square a minus 9 tan square a is equal to dash. 9 sec square a minus 9 tan square a is equal to dash. ഇതാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 1, ഓപ്ഷൻ B 9, ഓപ്ഷൻ C 8 ആൻഡ് ഓപ്ഷൻ D എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് തുടങ്ങാം. 9 sec square a minus 9 tan square a is equal to, 2 ടേമിൽ നിന്ന് 9 വെളിയിലെടുക്കുകയാണെങ്കിൽ sec square a minus tan square എന്ന് വരും. ഈ sec square aക്ക് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. sec square എന്ന് പറയുന്നത് 1 + tan square ഓട് ഈക്വൽ ആണ്. sec square aക്ക് വരെ 1 + tan square എന്ന് കൊടുക്കുക. tan square വെട്ടി പോകും. ഇപ്പോൾ 9 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. അടുത്തത് ck + tan a ഇൻറ്റു 1 - sin a. ck + tan a ഇൻറ്റു 1 - sin a വാല്യൂ എത്ര? അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്തോളുക. അടുത്ത ചോദ്യം, 1 + tan square a ബൈ 1 + കോട്ട് സ്ക്വയർ വാല്യൂ എത്ര?
1 plus tan square a by 1 plus cot square a equals dash. Options are sec square a, option B -1, option C cot square a, option D tan square a. എങ്ങനെ ചെയ്ത് നോക്കുക. 1 plus tan square a by 1 plus cot square a equals 1 plus tan square a ക്ക് വരം sec square എന്ന് കൊടുക്കാം, 1 plus cot square a ക്ക് വരം cosec square എന്ന് കൊടുക്കാം. ഇനി sec square എന്ന് പറയുന്നത് sec എന്ന് പറഞ്ഞാൽ 1 by cos a ആണ്. അപ്പോൾ sec square എന്ന് പറഞ്ഞാൽ 1 by cos square a ആണ്. cosec square എന്ന് പറയുന്നത് 1 by sin square a ആണ്. ഓക്കെ, അപ്പോൾ 1 by cos square a ഇൻറ്റു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ തിരിച്ചിട്ട് ഗുണിക്കുക. sin square a by 1 ദാറ്റ് ഈസ് ഈക്വൽ ടു sin square a by cos square a ദാറ്റ് ഈസ് ഈക്വൽ ടു tan square a. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് cosec തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. LHS എടുക്കുക. LHS ഈക്വൽസ് cosec തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ. cosec തീറ്റയ്ക്ക് വരാൻ 1 ബൈ സൈൻ തീറ്റ എന്ന് കൊടുക്കാം, മൈനസ് കോട്ട് തീറ്റയ്ക്ക് വരാൻ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് കൊടുക്കാം, ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ സൈൻ തീറ്റ വരും, ഓൺ ന്യൂമറേറ്റർ 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റനെ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഈ 1 മൈനസ് കോസ് തീറ്റയും 1 മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഈസ് ഈക്വൽ ടു 2ck. Prove that cos a by 1 plus sin a plus 1 plus sin a by cos a is equal to 2ck. Okay. And LHS or RHS equal ആണ് പ്രൂവ് ചെയ്യണം. LHS എടുക്കുക. LHS ഈക്വൽസ് cos a by 1 plus sin a plus 1 plus sin a by cos a. ഇവിടെ കമ്പൈൻ ചെയ്യുന്നു. കോമൺ ഡിനോമിനേറ്റർ 1 plus sin a ഇൻറ്റു cos a എന്ന് വരും. ഓൺ ന്യൂമറേറ്റർ cos square a plus 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. കോമൺ ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എന്ന് വരും. കമ്പൈൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനകത്ത് കോസ് സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കോസ് സ്ക്വയർ എ പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 സൈൻ എ ഇൻറ്റു പ്ലസ് സൈൻ സ്ക്വയർ എന്ന് വരും. ഈ കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ നമ്മൾ അടുപ്പിച്ചെഴുതി. കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് 2 സൈൻ എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എന്ന് വരും. ഈ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 പ്ലസ് 2 സൈൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 2 ആണ്. 2 പ്ലസ് 2 സൈൻ എ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എന്ന് വരും. ന്യൂമറേറ്ററിൽ നിന്ന് 2 വെളിയിലെടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഈസ് ഈക്വൽ ടു കോസ് എ. ഈ 1 പ്ലസ് സൈൻ എ 1 പ്ലസ് സൈൻ എ ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് കോസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് എന്ന് പറയുന്നത് CK ആണ്. അപ്പോൾ 2 ഇൻറ്റു CK ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവാലുവേറ്റ് സൈൻ 25 ഡിഗ്രി ഇൻറ്റു കോസ് 65 ഡിഗ്രി പ്ലസ് കോസ് 25 ഡിഗ്രി ഇൻറ്റു സൈൻ 65 ഡിഗ്രി. ഇവാലുവേറ്റ് സൈൻ 25 ഡിഗ്രി ഇൻറ്റു കോസ് 65 ഡിഗ്രി. വൺസ് അഗെയിൻ ഇവാലുവേറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് പോകാം. ഇവാലുവേറ്റ് സൈൻ 25 ഡിഗ്രി ഇൻറ്റു കോസ് 65 ഡിഗ്രി പ്ലസ് കോസ് 25 ഡിഗ്രി ഇൻറ്റു സൈൻ 65 ഡിഗ്രി. ഇത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് സൈൻ എ പ്ലസ് കൊസീക് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സീക് എ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ. 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ. അതും ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. തനിയെ ട്രൈ ചെയ്യുക. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ എ ഈസ് ഈക്വൽ ടു CK പ്ലസ് ടാൻ എ. സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ എ ഈസ് ഈക്വൽ ടു CK പ്ലസ് ടാൻ എ. അതിൻ്റെ പ്രൂഫ് LHS ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ എ. ദാറ്റ് ഈസ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നത്. അപ്പോൾ മുകളിൽ ഒരു 1 പ്ലസ് സൈൻ എ ഉണ്ട്. നമ്മളൊരു 1 പ്ലസ് സൈൻ എ കൊണ്ട് ഗുണിക്കുമ്പോൾ 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. താഴെ ഒരു 1 പ്ലസ് സൈൻ എ കൊണ്ട് ഗുണിക്കുന്നു. 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ഇവിടെ നമ്മൾ ന്യൂമറേറ്ററെ ഡിനോമിനേറ്ററെ ഒരു 1 പ്ലസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് വരും.
ദാറ്റ് ഈസ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എന്ന് വരും. റൂട്ട് എടുക്കുമ്പോൾ 1 പ്ലസ് സൈൻ എ ബൈ കോസ് എന്ന് വരും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 1 ബൈ കോസ് എന്ന് പറയുന്നത് സി കെ ആണ്. സി കെ പ്ലസ് ടാൻ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് 1 പ്ലസ് സി കെ ഡിവൈഡഡ് ബൈ സി കെ 1 പ്ലസ് സി കെ ബൈ സി കെ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ സൈൻ സ്ക്വയർ എ ബൈ 1 മൈനസ് കോസ് എ. ഇതും ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 6 വീഡിയോകളിലായിട്ട് 5 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ, ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ 5 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ ഓരോ വീഡിയോയും ശ്രദ്ധിച്ച് കാണുക, വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക, ആ നോട്ട്സ് പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. താങ്ക് യു.